പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ണടച്ചാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് കാവ്യമാധവൻ്റെ ഇൻ്റർവ്യൂ ആണ് എടുക്കുന്നത്. 2000-ലേറെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്ത് മലയാളികൾക്ക് ഇനി ഒരു ഇൻട്രൊഡക്ഷനും വേണ്ട ആ ശബ്ദത്തിൽ. അത്രയും മനസ്സിൽ പതിഞ്ഞ ശബ്ദത്തിൻ്റെ ഉടമ ശ്രീജ ചേച്ചി മകൾ അതേ പാത തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും നമ്മളോടൊപ്പം സെല്ലുലോയിഡിൽ. കല തന്നെയായിരുന്നോ ചേച്ചിക്ക് മദ്രാസിലേക്കുള്ള ജേർണി? അതൊരു ഹബ്ബാവാനുള്ള കാരണം കലയായിരുന്നു? അതെ അതെ, അമ്മയ്ക്ക് അഭിനയിക്കാനുള്ള കൂടുതൽ അവസരം തേടിയാണ് ഞങ്ങൾ മദ്രാസിലേക്ക് വരുന്നത്. ആ സമയത്ത് മദ്രാസ് മാത്രമാണല്ലോ സിനിമ, എല്ലാ സ്റ്റേറ്റ്സിന്റെ അച്ഛൻ പോയി മരിച്ചു. അതിനുശേഷം ജീവിക്കാൻ മാർഗമില്ലല്ലോ. ഞങ്ങൾ 9 മക്കളിൽ ബാക്കിയുള്ള 5 പേരും ഏകദേശം പഠിപ്പൊക്കെ കഴിഞ്ഞ്, മൂത്ത ചേച്ചി വിജയലക്ഷ്മി ഹോമിയോ ഡോക്ടറായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്രന്റീസ് ആയിട്ടൊക്കെ ഓരോ സ്ഥലത്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഒന്നും ഒരു പഠിപ്പിലും ഒന്നും ആവാതെ ഇരുന്നത്. അപ്പോൾ അമ്മ നമ്മളെ പഠിപ്പിക്കണം എന്നുള്ള ഇതിലാണ് ഇവിടത്തേക്ക് വന്നത്. അമ്മയ്ക്ക് അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ഇതാണ് ഞങ്ങളെ പോറ്റാന്ന് വെച്ചിട്ട്. അപ്പോൾ അമ്മ അഭിനയവും അക്കൂട്ടത്തിൽ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, ഡബ്ബിങ്. അങ്ങനെയാണ് അമ്മ ഡബ്ബിങ്ങിലേക്കും വരുന്നത്. അതിനുശേഷമാണ് പിന്നെ നാരായണി ചേച്ചിയുടെ മക്കളുണ്ട്, നമുക്ക് ചെറിയ ചെറിയ കുട്ടികളുടെ വോയിസിനൊക്കെ. അങ്ങനെയാണ് അമ്മയുടെ കെയർ ഓഫിലാണ്. കാറ്റത്തെ കുളിക്കൂടായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ ഒരു ബ്രേക്ക് അല്ലേ? ഒരു വഴിത്തിരിവെന്ന് പറയാവുന്ന. അതെ 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 അതെ. അതിലേക്ക് എങ്ങനെയാണ് ചേച്ചി എത്തുന്നത്? അതുവരെ അതിനു മുമ്പ് കുറേ ചെയ്തു ഓൾറെഡി. അതെ. പക്ഷേ എനിക്ക് തോന്നുന്നു ചേച്ചി ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയി എന്ന് ചേച്ചിക്ക് ഒരു ഫീൽ തന്നത് അങ്ങനെയൊന്നും ഫീലൊന്നും അന്ന് വന്നിട്ടില്ല. കാരണം അതുവരെ നമ്മൾ കുട്ടികൾക്ക്, പിന്നെ അടുത്ത വീട്ടിലെ പെണ്ണിന്, ഒരു അനിയത്തി, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് എന്തെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പ് നിന്നിട്ടാണ് സീനിയേഴ്സ് ഡബ് ചെയ്യുന്നത്, പിന്നെ കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് ഇരുന്ന് കാണാനും അത് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. ഇന്ന് ട്രാക്ക് സിസ്റ്റം അല്ലേ, ഇന്നത്തെ കുട്ടികൾ അടുത്തിരുന്നാലും ഒബ്സർവ് ചെയ്യില്ല. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് കൂടുതൽ എനിക്ക് ആ ഒരു എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, അവരെവിടെയാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്, അല്ലെ എവിടെയാണ് അതിന്റെ ഒരു ചോക്ക് കൊടുക്കുന്നത് ത്രോട്ടില്, ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ കാറ്റത്തി കിളിക്കൂട് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ വോയിസ് ടെസ്റ്റ് എടുത്തിട്ട്, എൻ്റെയും വോയിസ് ടെസ്റ്റ് എടുത്തിട്ടാണ് ഭരതേട്ടൻ അതിനെ ഓക്കെ ചെയ്തത്. അപ്പൊ ഭരതേട്ടൻ ആ പടത്തിൽ കുട്ടികൾക്കും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. 2-3 കുട്ടികളുണ്ട്, അവർക്കും ഡബ് ചെയ്തു, രേവതിക്കും. അപ്പൊ അങ്ങനെ അതൊരു ടാസ്ക് തന്നെ ആയിരുന്നു. കാരണം ലാലേട്ടനാണ് കോമ്പിനേഷൻ അല്ലേ? എൻ്റെ ഓർമ്മ ശരിയല്ലേ? ലാലേട്ടൻ കോമ്പിനേഷൻ ഒരുമിച്ച് ഞങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്ക് കൂടുന്ന ഒരു സീൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം കോമ്പിനേഷൻ തന്നെയാണ് പോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ടിപ്സിലാണ്. എനിക്കാണെങ്കിൽ അന്ന് മലയാളം എഴുതാനോ വായിക്കാനോ അറിയില്ല. അത് ഇംഗ്ലീഷിലേക്ക് ഞാൻ എഴുതിയെടുത്ത്, തംഗ്ലീഷ് എന്നൊക്കെ പറയില്ല എന്നല്ലേ, തംഗ്ലീഷ് എന്ന് പറയും, മംഗ്ലീഷിൽ ഞാനത് എഴുതിയെടുത്ത് അത് പിന്നെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അന്ന് ഒരുപാട് റിഹേഴ്സൽസ് കിട്ടും, മോണിറ്റർ നോക്കും, പിന്നെയാണ് ടേക്സ് പോകുന്നത്. ടേക്കും ഇഷ്ടംപോലെ പോകും. ലൂപ്പ് സിസ്റ്റം അല്ലേ? അപ്പോൾ ഒരുപാട് നമ്മൾ പഞ്ചിങ് സിസ്റ്റം അല്ല. ഒരു ലൈൻ എടുക്കുക, 2 ലൈൻ എടുക്കുക, ഒരു മൂളയിൽ എടുക്കാന്നല്ല. എല്ലാം നമ്മൾ ആ ഒരു ഫ്ലോയിൽ ആ സീനിൽ വരുന്നത് എല്ലാം തന്നെ. അതെന്തോരമാണ് ആ നീളം വരുന്നത്? അതായത് ആ ഒരു സീൻ മുഴുവൻ പോണോ ഒരുമിച്ച്? മുഴുവനായിട്ടില്ല, ആ ഡയലോഗ് എപ്പം നിർത്തുന്നു അതുവരെ പോകണം. അല്ല, ഒരു സീന് ചിലപ്പോൾ അവർ 2 ലൂപ്പായിട്ട് കട്ട് ചെയ്യും. അപ്പൊ ആ ലൂപ്പ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും റിഹേഴ്സൽ നോക്കാം. അവർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആകും. പക്ഷേ ടേക്ക് എടുക്കുന്നത് അന്ന് ടേപ്പിലാണ് ഇവർ ടേക്ക് എടുക്കുന്നത്, വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്നത്തെ സിസ്റ്റം പോലെ നമുക്ക് നിർത്തി പഞ്ച് ചെയ്യാൻ പറ്റില്ല. തെറ്റിപ്പോയാൽ ആദ്യമേ തുടങ്ങും. പിന്നെ ടേപ്പും ഒരു നഷ്ടമാണെന്ന് തോന്നുന്നു. അതെ, എന്തൊരു പ്രഷറാന്ന് ആലോചിക്കണേ. അതെ, പ്രഷർ തന്നെയാണ്. ഒന്നാമത് ഭാഷ അറിയാത്ത ആൾക്ക് ഒന്നങ്ങനെ, പിന്നെ വലിയ എക്സ്പീരിയൻസും ഇല്ല. അപ്പൊ ഹീറോയിൻ വോയിസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് കറക്റ്റായിട്ട് പറയും വേണ്ടേ. അപ്പം ലാലേട്ട ഇടയ്ക്ക് പിന്നെ വന്നിട്ട് പറയും, ഒന്ന് വേഗം പഠിക്കാന്ന് പറയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു റെഡ് കാർപ്പറ്റാണ് ആ ഒരു സ്റ്റുഡിയോ. അവിടുന്ന്
പിന്നെ കുട്ടികളൊക്കെ കളിക്കുന്ന പോലെ ലാലേട്ടൻ ഇങ്ങനെ ബൾട്ടി അടിക്കും, വിസിലടിക്കും, ഇങ്ങനെ കളി ഈ എൻജോയ്. അതായത് പുള്ളി എന്നെ മൈൻഡ് ചെയ്യുന്നതല്ല, അദ്ദേഹം വെറുതെ ഇരിക്കില്ല. അപ്പൊ ഇന്ന് കാണുന്ന ആ ഒരു ഇതല്ലല്ലോ, അന്ന് കുറച്ചുകൂടെ പ്ലേഫുൾ ആണ് പുള്ളി. രവീണയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു അല്ലെ? പെട്ടെന്നായിരുന്നു രവീണ തീരുമാനിച്ചിട്ടില്ല ഇല്ല ഡബിങ് തന്നെ എടുക്കണം, കരിയർ ആക്കണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചെറുതില് അമ്മയുടെ കൂടെ ഒക്കെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്യും. വാനപ്രസ്ഥം ഡബ് ചെയ്തിട്ടുണ്ട്. 4 വയസ്സ് സംതിങ്. അപ്പോൾ അതിന്റെ ഒക്കെ വേഗമായിട്ടുള്ള ചെറിയ മെമ്മറീസ് എനിക്ക് ഓർമ്മയിലുള്ളൂ. എനിക്ക് ഒന്നും ഓർമ്മയില്ല. ലിറ്ററലി പണ്ടത്തെ വലിയ സ്റ്റുഡിയോ, വലിയ സ്ക്രീന്, ഭയങ്കര ബിഗ് സ്റ്റുഡിയോ. ഇപ്പം വെറും TV മൈക്ക് അത്രയും ഉണ്ടാവും. ജസ്റ്റ് എ സ്മോൾ ഏരിയ. ഇപ്പോൾ രവീണ 4 വയസ്സിൽ ആ സെറ്റപ്പിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓർമ്മ, ആകെയുള്ള ഒരു ഓർമ്മ, ആ സ്റ്റുഡിയോ വലിയ സ്ക്രീനിന്റെ അടുത്ത് റെഡ് ലൈറ്റ് ഉണ്ടാവും, TAKE ടേക്ക് എന്ന് പറഞ്ഞിട്ട്. അന്ന് പണ്ട് എങ്ങനെയാ വെച്ചാൽ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും. എഞ്ചിനീയർ ലൈക് ടേക്ക് എന്ന് പറയുമ്പോൾ ഒരു അലാം പോലെ ഇത് അടിക്കും. അപ്പോ വെളിയിൽ ആ ഡോറിന്റെ പുറകിലും ഒരു റെഡ് ലൈറ്റ് ഉണ്ടാവും, ഈ വലിയ സ്ക്രീനിന്റെ താഴെയും ഒരു റെഡ് ലൈറ്റ് ഉണ്ടാവും. അവിടെ ടേക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് റെഡ് ലൈറ്റ് കത്തും. അപ്പൊ ആ സമയത്ത് എല്ലാരും പെർഫെക്റ്റ് സൈലന്റ് ആയിരിക്കണം, ആരും അകത്ത് കയറാൻ പാടില്ല എന്നൊക്കെയാണ് അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഞങ്ങൾക്കൊക്കെ ആ നല്ല ഡയലോഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ച് റെഡി ആയിരിക്കും. ആ ടേക്ക് കേൾക്കുമ്പോ അപ്പൊ എല്ലാം മറന്നു പോകും. അങ്ങനെയായിരുന്നു എന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ്. ഇവൾക്ക് നേരെ ഓപ്പോസിറ്റ്. ഇത് ഭയങ്കര പോക്കരിയായിരുന്നു. ഇവൾക്ക് ആ ഒരു പിന്നെ അത് ലൈറ്റ് കത്തണം. ശരി, മോള് നമ്മൾ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇതല്ലേ, ലിപ്പ് നോക്കി പറയാൻ അന്ന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോ റെഡ് ലൈറ്റ് അതിട്ടാലേ ഞാൻ പറയൂന്ന് പറയും. അങ്ങനെ അതിന് വാശി പിടിക്കുള്ളൂ. നേരെ ഓപ്പോസിറ്റാ. ഇപ്പൊ റെഡ് ലൈറ്റ് മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് വേണം. ഒരു ഗുമ്മില്ല, വെറുതെ കയറി പറയുന്നത്. ഫസ്റ്റത്തെ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടായിരുന്നു വേറെ ഇന്റർവ്യൂല് പറയുന്നത്, നയൻതാരക്കാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് അല്ലേ? അല്ല തമിഴില് സാട്ടേ എന്ന് പറഞ്ഞിട്ട് മഹിമ നമ്പ്യാറുണ്ട്. ആണോ? ലൈക് ബിഗ് ബ്രേക്ക് എന്ന് പറയുന്നതായിരിക്കും നയൻതാരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത്. 2015 ജസ്റ്റ് കോളേജ് കഴിഞ്ഞ ആ വർഷം, അത് കഴിഞ്ഞിട്ടുള്ള വർഷം. അപ്പൊ ഞാൻ ചുമ്മാ റാൻഡം ലീവിന് വന്നതാ. അമ്മയായിരുന്നു ഡബ് ചെയ്യേണ്ടത്. സിദ്ദിഖ് സർ അമ്മ ഡബിങ്ങിനൊക്കെ പോവാറുണ്ടോ? ഇല്ല, നോട്ട് ഓൾവേസ്. എപ്പോഴെങ്കിലും പോവും. ഇങ്ങനെ എപ്പോഴും പോവും. ഇവള് പാലുടിക്കുന്ന പ്രായവും പിന്നെ ഒരു വീട്ടില് ആക്കാൻ പറ്റാത്ത ഒരു സമയം വരെ ഇവളെ കൊണ്ടുപോകും ഞങ്ങള്. രവേട്ടനും വരും കൂടെ സ്റ്റുഡിയോ പോയി അമ്മയുടെ കൺവീൻസ് ഒക്കെ ഞാൻ അന്നേരം എല്ലാരുടെ അടുത്തും കൺവെൻസ് എന്ന് പറയും. ഇവൾക്ക് ഇപ്പോഴും തന്നെ അവളുടെ ശമ്പളം വലിയ പ്രശ്നമല്ല, കാരണം അത് ബാങ്കിലേക്ക് വരുമല്ലോ. കൺവെൻസ് ആണ് ഇവളുടേത്. കാരണം അത് ക്യാഷ് ആയിട്ട് ഇവൾക്ക് ഇങ്ങനെ ചെലവ് ചെയ്യാൻ വേണ്ടിട്ട് കൺവെൻസ് ആണ് ഇവൾക്ക് ഏറ്റവും തൃപ്തി. അപ്പൊ കൺവെൻസ് എത്ര തരും അവര്, ഇതാണ് മറ്റേ പേയ്മെന്റ് എത്ര തരും എന്നുള്ളതല്ല. അപ്പം ജസ്റ്റ് അമ്മയുടെ കൂടെ ഞാൻ പോയതാ 2 ദിവസം ഗ്യാപ്പ്, സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിദ്ദിഖ് സാർ അമ്മ ഡബ് ചെയ്യാൻ ഓൾറെഡി ഡിസൈഡഡ്, നത്തിങ് മോർ, അതിൽ വേറെ ഒന്നും ഇല്ല. അപ്പോൾ അമ്മ ആ ലുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ, നയൻതാര മാമിനെ കണ്ടപ്പോൾ ഷീ സജസ്റ്റഡ് ഇങ്ങനെ മോളിപ്പോൾ ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ടഡ്. അതായത് അപ്പോൾ ഞാൻ ഒരു 10 സിനിമ ചെയ്തിട്ടുണ്ടാവും. ഒരു കംബാക്ക് ഫേസ് ആയിരുന്നു. ഷീ വാസ് വെരി മച്ച് മോർ പ്രിറ്റി ആയിട്ടും ട്രിം ആയിട്ടും നല്ല ലുക്കായിരുന്നു. അത് കണ്ടപ്പോ അമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അമ്മ ചെയ്യുന്നില്ല. ഞാൻ സജസ്റ്റ് ചെയ്തു. എന്നെക്കാളും എന്റെ വോയിസിനെക്കാളും എന്റേത് കുറച്ചൊരു എന്റെ നാടൻ വോയിസ് ആണ്. മോളുടെ നല്ല കുറച്ചൊരു സൊഫിസ്റ്റിക്കേഷൻ ഉള്ള പോലത്തെ ഒരു വോയിസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അല്ലേ, അപ്പോ ഞാൻ പറഞ്ഞു സിദ്ദിഖ മോളെ വോയിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവളിപ്പോ ഹീറോയിൻസിനൊക്കെ തമിഴിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് പറ്റൂല, അത് അവള് കുഞ്ഞല്ലേ, ഇത് ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് ഇങ്ങനെ ഇത് തൊട്ട് കാണുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ ഒരു ബേബി മോഡലായിരുന്നു. പറഞ്ഞു അത് ശരിയാവല്ലോ ശ്രീജ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ടും എനിക്ക് മനസ്സില്ല, കാരണം ഞാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു എന്റെ തോട്ടില് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ അങ്ങ് ചെയ്തിട്ട് അങ്ങ് പോയിട്ടുണ്ടാവും, മോള് കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പൊ എനിക്ക് പെട്ടെന്ന് അവരുടെ ആ ഫിഗർ കണ്ടപ്പോൾ ഞാൻ വാശി പിടിച്ചു. ഞാൻ പറഞ്ഞു ഇക്ക നോക്ക്, ഒരു സീന് ഡബ് ചെയ്തിട്ട് നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി എന്നാൽ ഞാനൊന്ന് എഡിറ്റിംഗ് വരെ പോയിട്ട് വരാം, ഒരു സീന് ഡബ് ചെയ്ത് വെക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വരുമ്പോഴേക്കും ഒരു സീന് ഡബ് ചെയ്ത് വെച്ചു. അത് വെച്ച് പുള്ളി കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി, എല്ലാ അസിസ്റ്റൻസിനും നോക്കി,
കൊള്ളാല്ലേ ഇത് കൊള്ളാല്ലേ ഇത് കുറച്ചൊരു മാച്ച് ആവുന്നുണ്ടല്ലേ എന്ന് പുള്ളിക്ക് കൺവിൻസ് ആയി. അപ്പൊ എല്ലാരും പറഞ്ഞു തുടങ്ങിയതാ ടെൻഷൻ. നന്നായി. പിന്നെ ഇവക്ക് ടെൻഷൻ, കാരണം മലയാളം അന്നത്രയ്ക്ക് മലയാളം പറയെങ്കിലും ഈ എന്റെ തലയിൽ കൊറേ ഓടുന്നുണ്ട്. ഒന്ന് മലയാളം, എന്നൊന്ന് അമ്മ സ്ഥിരം ഡബ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. ഫസ്റ്റ് സിനിമ മനസ്സിനക്കരെ തൊട്ട് അമ്മ തന്നെയാ ഡബ് ചെയ്ത്. രണ്ടാമത്തത് അത് സിദ്ദിഖ് സാറിന്റെ സിനിമ, വെരി മെച്യൂർ റോൾ, ഒരു അമ്മ റോളാ. ഞാൻ അപ്പൊ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവസങ്ങളാണ്. 4 ദെൻ മമ്മൂക്കയുടെ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു റോൾ. എവിടെ എങ്ങനെ തുമ്പി ഇങ്ങനെ കല്ലൊക്കെ പൊന്തിക്കാൻ ശ്രമിക്കില്ല, അതുപോലെ ആയിരുന്നു എനിക്കിത്. ഭയങ്കര ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് ആ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഐ വാസ് വെരി നെർവസ്. കാരണം റിലീസ് ആവുന്നത് വരെ ആൾക്കാർ എന്ത് പറയും, കമ്പാരിസൺ ഉണ്ടാവും. അയ്യോ ശ്രീജ ചേച്ചി തന്നെ മതിയായിരുന്നു, അങ്ങനെ ലാസ്റ്റ് വരെ നമുക്ക് അറിയില്ല മമ്മൂക്ക കണ്ടിട്ട് അയ്യോ ഇതുപോലല്ലോ ഇത് കുട്ടിയെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഉടനെ തിങ്കിങ് ഉടനെ മാറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള എത്രയോ അങ്ങനെ മാറ്റി ഓരോ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷൻസ് ഉണ്ടായിരുന്നു അവൾക്ക്. അല്ല, എത്ര ദിവസം എടുക്കും ശരിക്കും പറഞ്ഞ ഒരു ഫുൾ മൂവിയിൽ ഒരു നായിക കഥാപാത്രം? 2 ദിവസം എടുത്തു. അന്ന് 2 days എടുത്തു. കുറെ സീൻസ് മതി. അതും ഞാനായതുകൊണ്ടാ 2 days. കാരണം എന്റെ ഇടയ്ക്ക് ഇവൾക്ക് കുറച്ച് കിട്ടും. കാരണം ഇവള് മര്യാദക്ക് ഡബ് ചെയ്യും, എല്ലായിടത്തും പോയാൽ മര്യാദക്ക് ഡബ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇരുന്ന്, എന്നോട് സിദ്ദിഖ പറഞ്ഞു ഞങ്ങൾ ആരും ഇന്റർഫിയർ ചെയ്യില്ല, ശ്രീജ തന്നെ ഇരുന്ന് കണ്ടക്ട് ചെയ്ത് അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉത്തരവാദിത്വം കൂടുതലല്ലേ. ഒന്നാമത് എന്റെ മോള്, ഞാൻ പറഞ്ഞിട്ട് മാറ്റുന്നത്, അപ്പം എന്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലല്ലേ. അപ്പൊ ഇവക്ക് എന്റെ അടുത്ത് കുറച്ച് കളി ജാസ്തിയാണ്. ഇതിങ്ങനെ പറയുന്ന അല്ല അതിങ്ങനെ പറഞ്ഞാൽ എന്താ, ഇതിങ്ങനെ പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ എനിക്ക് എന്താ വേണ്ടത് അത് ചെയ്താൽ മതി എന്നുള്ള ഇതില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പണി എടുപ്പിച്ചു ഞാൻ ആ പടം. പിന്നെ അവളങ്ങ് സെറ്റായി. പക്ഷെ റിലീസ് ആയപ്പോ നല്ല റെസ്പോൺസ്. മമ്മൂക്ക് തന്നെ നല്ല അഭിപ്രായം സിനിമയ്ക്ക്. രവീണനെ വിളിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ നയൻതാര മെസ്സേജ് അയച്ചിരുന്നു എനിക്ക്. ഷീ മെസ്സേജ്. പിന്നെ അടുത്തടുത്ത മൂവീസിനും ആഡ്സിനൊക്കെ റെഫർ ചെയ്യാൻ തുടങ്ങി. വളരെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. നെഗറ്റീവ് ഷെയ്ഡ്, അതിനെ പറ്റിയിട്ട് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് അതില്, ശരിയാവും. അത് മൂസി അമ്മ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടറാ. അതിന്റെ ഡയറക്ടർ ആയിരുന്നു. ഇപ്പൊ പുള്ളിയുടെ സെക്കൻഡ് മൂവി. വളരെ എനിക്ക് കഥ നറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഷെയ്ഡല്ലേ. എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെ കണ്ടു? ലൈക്ക് അപ്പോഴത്തേക്കും ഓൾറെഡി ഇത് തുടങ്ങിയിരുന്നില്ലല്ലോ. തമിഴില് സിനിമ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആസാദിയുടെ കുറച്ച് ഗ്ലിംസും അതൊക്കെ ആ സമയത്ത് വന്നിരുന്നു. മോസ്റ്റ്ലി അറിയാം, നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലോ. അപ്പം ധ്യാനിന്റെ വൈഫായിട്ടാണ് പുള്ളി നറേറ്റ് ചെയ്യുമ്പോ തന്നെ ഓപ്പണിംഗ് ലൈൻ വാസ് രണ്ടുപേരും കൂതറ ക്യാരക്ടേഴ്സ് ആണ്. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഐ സെഡ് ഓക്കേ എന്ന് പറഞ്ഞ് കഥ കേൾക്കുമ്പോൾ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് പെർഫോമൻസ് വൈസ് മോസ്റ്റ്ലി നന്നായിട്ട് പറഞ്ഞു തരും എങ്ങനെയാ വേണ്ടത്. അപ്പൊ പിന്നെ ധ്യാന്റെ കൂടെ നിന്ന് ചെയ്യുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കോൺവെർസേഷൻ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആവുന്ന എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ആർ ഇൻട്രസ്റ്റിംഗ്. അതാണ് സംടൈംസ് ചോദിക്കുന്ന ആളുടെ രീതിയും. താങ്ക് യു. മാറിപ്പോയി, വഴി മാറിപ്പോയി. എൻ്റെ എല്ലാം അല്ലേ ആ പാട്ടില് ചേച്ചി കുറച്ച് ഇംപ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. എത്ര വയസ്സുണ്ടായിരുന്നു ചേച്ചിക്ക് ആ സമയത്ത്? വയസ്സ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആ പടത്തിന്റെ പിന്നെ ഇത് നോക്കണം. പല പ്രാവശ്യം പഠിക്കേണ്ടതായിരുന്നു. അതെ, ഇപ്പൊ എനിക്ക് 61. അപ്പൊ അങ്ങോട്ട് കൂട്ടിയാൽ മതി, അങ്ങോട്ടല്ല ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ശരിക്കും ചേച്ചി എപ്പോഴെങ്കിലും പ്രണയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? നല്ലൊരു പ്രണയം ഇതുപോലെ ഇച്ചിരി മോളിരിക്കുന്നോണ്ട് അല്ല ക്രഷസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഫ്രീക്ക് തന്നെ അല്ല, പക്ഷെ അന്നത്തെ പ്രണയം വേറെയാ. അന്നൊക്കെ നമ്മള് പിന്നെ മനസ്സിൽ കൊണ്ടു നടക്കലാണ്. അവനൊന്ന് അങ്ങോട്ട് പോയാൽ മതി, അവനൊന്ന് കണ്ടാൽ തന്നെ അത് ഭയങ്കര ഇതാണ്. ഇന്ന് അതൊന്നല്ലല്ലോ. ഇന്ന് പ്രണയം ടോട്ടലി ഡിഫറെന്റ്. നമ്മളുടെ കാലത്ത് അന്ന് ഒരു ലെറ്റർ അയക്കല് ഇങ്ങനൊക്കെ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുക. അല്ലെ ചുമ്മാ ഇരുന്ന് എഴുതിയിടും. അങ്ങനെയൊക്കെയായിരുന്നു പ്രണയം. അപ്പൊ അങ്ങനെ ക്രഷസ് ഉണ്ടായിട്ടുണ്ട്. പ്രണയിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പ്രണയിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചു. അത് പക്ഷെ കല്യാണം ഒരു 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 എന്താ പറയാ, ഒരു കോംപ്ലിക്കേറ്റഡ് മാരേജ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ലൈക്കിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് ബിഫോർ ലൈക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രണയിക്കാൻ പാടില്ലാത്ത ഒരു ആളെന്ന വെച്ചോ.
അത് കഴിഞ്ഞിട്ട് പ്രണയം നല്ല ഫുൾ ഫ്ലെഡ്ജ് തന്നെ പോയി. പ്രണയിക്കാൻ പാടില്ലാത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അമ്മയുടെ ടീച്ചിങ്സ് ഒക്കെ അങ്ങനെയായിരുന്നു, അമ്മ ഇത്ര ലിബറൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അമ്മ മോളെ പ്രണയിക്കാൻ വിടും. അമ്മ ലിബറലേ അല്ല. അയ്യോ, ഈ ഒരു കാര്യത്തില് ബാക്കിയെല്ലാം ഹാപ്പിയാണ്. ഇത് അന്നത്തെ കാലഘട്ടം കൂടെ. അതെ, അന്ന് ഡബിങ് കഴിഞ്ഞപ്പോൾ അമ്മ കൂടെ തന്നെ വരും. ഡബിങ് അവിടുന്ന് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ഇരിക്കണം. അല്ലാതെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഓരോന്ന് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടുകൂടുന്ന സ്ഥലത്തൊന്നും അമ്മ എന്നെ ഇരുത്തില്ല. അതാ ഞാൻ ചീത്തയായി പോകുന്നുള്ള പേടിയാ. അത് അമ്മമാരുടെ ഒരു ഇതല്ലേ. അന്ന് നമുക്ക് സിനിമ അറിയില്ല, അപ്പൊ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വഴി തെറ്റിക്കോ എന്നൊക്കെ ഉള്ള പേടിയായിരിക്കും. അത് ഏതൊരു അമ്മമാർക്കും ഉള്ളതാണ്. അത് ഐ ഡോണ്ട് സേ ബാഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ഇത്. അപ്പൊ അമ്മ ഉള്ളപ്പോഴൊന്നും പ്രണയം നടന്നിട്ടില്ല. അമ്മ ഉള്ള സമയത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ആ ക്രഷാണ് പിന്നെ പിടികൂടി. എന്താ വെച്ചാൽ ഞാൻ ഗേറ്റിന്റെ അടുത്ത് വയറുവേദന എന്നൊക്കെ പറഞ്ഞ് സ്കൂൾ പോയില്ല ഒരു ദിവസം. അന്ന് ഞാൻ 9th പഠിക്കാം, 9th പഠിക്കാം. അപ്പൊ സ്കൂൾ പോവാതെ, അപ്പൊ ഈ ഞങ്ങളുടെ ബെഡ്റൂമിന്റെ ജനല് തുറന്നാൽ സ്കൂൾ കോമ്പൗണ്ട് കാണാം. അപ്പൊ അവിടെ ഒരു പയ്യൻ പിന്നെ യൂണിഫോം, അവൻ മാത്രമേ യൂണിഫോം ഇടാതെ ഉണ്ടാവും, ബാക്കി എല്ലാ യൂണിഫോം ഉണ്ട്. ഇവൻ എന്തോ ഒരു ഇത് കൊടുത്തിരിക്കാണ്, താടിയൊക്കെ ഇച്ചിരി ഉണ്ട്. അപ്പൊ വോളിബോളൊക്കെ കളിക്കും. അപ്പൊ ഇവിടുന്ന് കണ്ട എനിക്ക് ഗ്രൗണ്ട് ശരിക്കും കാണാം. അപ്പൊ അവന് നടത്താൻ തന്നെ ഒരു ഭയങ്കര സ്റ്റൈലാണ്. അപ്പൊ ഞാൻ റോയൽ വോക്കർ എന്നൊക്കെ എന്നെ മനസ്സിൽ അവന് റോയൽ വോക്കർ എന്നൊക്കെ പേരൊക്കെ ഇട്ട് വെച്ച്. ആരാണ് എന്താണ് പേരെന്താന്ന് ഒന്നും അറിഞ്ഞില്ല. അതെ, അപ്പൊ അങ്ങനെ ഒരു ദിവസം പിന്നെ ഗേറ്റിന്റെ അടുത്ത് ഞാനിങ്ങനെ ഇവൻ സ്കൂൾ വിട്ട അതിലല്ലേ പോവാ. ചേച്ചിമാരോടൊക്കെ പറയും, അല്ല സിബ്ലിംഗ്സിനോടൊക്കെ പറയോ? അയ്യോ, ഫ്രണ്ട്സിന് ഒറ്റൊരുത്തിക്ക് മാത്രം അറിയാം. ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് മാത്രമേ അറിയൂ. അപ്പൊ അങ്ങനെ ഇതാവുമ്പം ഏട്ടൻ ബാബു എന്ന് പറയുന്ന എൻ്റെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ ഏട്ടൻ എന്താണ് ഇവിടെ നിൽക്കുന്നത് പോകത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന്. അങ്ങനെ ഒരു ദിവസം പോയി. പിന്നെ എന്തോ ഒരു സ്കൂൾ ഫംഗ്ഷൻ നടന്നപ്പോൾ എങ്ങനെയോ ഞാൻ ഇവിടുന്ന് ആ സ്കൂളിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അവരെ കൂടെ ഈ പ്രോഗ്രാം കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വരുമ്പോൾ അന്നാരും ഓട്ടോ ഇതൊന്നും എടുത്തില്ല. ശരി, നടന്നു വരുമ്പോൾ അത്രയും സമയം കിട്ടുമല്ലോ, ഇവനൊന്ന് കണ്ടുകൊണ്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വരുമ്പം ഏട്ടൻ ഫോളോ ചെയ്ത് വന്ന് എന്തോ കുലുമാലുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അവനോട് മിണ്ടിയിട്ടില്ല, അവൻ ആരാണ് എവിടത്തെയാന്ന് ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നിന്ന് അവന്റെ പേര് ഞാൻ മനസ്സിലാക്കി. റോയൽ വോക്കർ എന്ന് എന്റെ മനസ്സിലുണ്ട്. എന്താ പേര്? ശശി. ശശിയോ? പാവ, അവനിപ്പോ എവിടെ ഉണ്ടോ? അല്ല കല്യാണമൊക്കെ കഴിഞ്ഞു കാണുന്ന ശശി ചെന്നൈയിലായിരുന്നു അല്ലേ? ചെന്നൈയിൽ ജീവിച്ച വോളിബോൾ കളിച്ചിരുന്ന. അയ്യോ പാവം, എന്തൊരു ഓർമ്മയാ. ഉണ്ട്. ഇത്രയും കഥ പറഞ്ഞ് അത്രയും നറേറ്റ് ചെയ്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രണയിക്കാനുള്ള മനസ്സുണ്ട് എന്നുള്ളത് ആ ശബ്ദത്തിലുണ്ട്. അത് വേറെ ആർക്കും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സിംഗേഴ്സ് പോലും പാടുമ്പോഴത്തേക്കും അത് അവിടെ കിടന്ന് ഇച്ചിരി പിറകും. അത് ആ സാധനത്തിന്റെ ചേച്ചി കൊടുത്ത നാച്ചുറാലിറ്റി വരില്ല. അത് ഒറ്റ ടേക്കിലും പോയതാണല്ലേ? അത് ടേക്കായിട്ട് പോയതല്ല, ചുമ്മാ ഇത് ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അതൊന്ന് നീ ഒന്ന് ചെയ്ത് നോക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് പോയി പാട്ടൊന്നും ഇട്ടു. പാട്ടിടുമ്പോൾ തന്നെ ഞാൻ അത് ചുമ്മാ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ചെയ്തതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണോ വേണ്ടത്? അപ്പൊ പറഞ്ഞു ഇതന്നെയാണ് സംഭവം തന്നെ. ഞാൻ അന്ന പിന്നെ ടേക്ക് പോവാന്ന് പറഞ്ഞു. ടേക്ക് ഒന്നും പോകണ്ട, നീ പുറത്തോട്ട് പോകാന്ന് വിട്ടേ ഇല്ല. ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്തു, ഒന്നുകൂടെ ഇംപ്രവൈസ് ചെയ്ത് നന്നാക്കാന്ന് വെച്ചിട്ട് വിട്ടില്ല. ക്രഷ് ഒന്നും ഇല്ല എനിക്ക് ഫുൾ ടൈം ക്രഷ് ധനുഷാണ്. ആണോ? അതെ, ധനുഷിനെ മറികടന്നിട്ട് ആരെങ്കിലും ഇതുവരെ വന്നിട്ടില്ല? ഇല്ല. അപ്പം മോളുടെ ക്രഷിന്റെ കൂടെയാണ് ഇപ്പം ചേച്ചി അഭിനയിച്ചിട്ട് നിൽക്കുന്നത്. അതെ അതെ, ധനുഷിന്റെ അമ്മയായിട്ട്. ധനുഷിന്റെ അമ്മയായിട്ട്. പിന്നെ വിഘ്നേഷ് രാജയാണ് ഡയറക്ടർ. കര എന്നാ പടത്തിന്റെ പേര്. കര എന്ന് വെച്ചാല് കരസ്വാമി എന്നാ പേര്. അപ്പൊ അതിന്റെ ഷോർട്ട് ആയിട്ട് കര എന്നിട്ടിരിക്കുകയാണ്. കാരണം കര എന്ന് പറയുമ്പോൾ ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ്, കരയാണോ കാരയാണോ എന്ന് ഇംഗ്ലീഷിലേക്ക് KAR എന്ന് കാണുമ്പോഴേ അതില് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മോളെ ഒരുപാട് ഓർമ്മിച്ചു അതിൽ. കാരണം ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ധനുഷ് എന്ന് പറഞ്ഞാൽ ഇവളങ്ങ് കോരി തരിക്കും, അങ്ങനത്തെതാണ് ഇവളുടെ ഒരു ഇത്. അപ്പൊ ഞാനിങ്ങനെ എനിക്കതിനകത്ത് ധനുഷിനെ കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മോനല്ലേ, അപ്പൊ ഞാൻ ചെയ്യും പാവ എന്റെ മോളായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. അവളെ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു അമ്മയെ ഇത്രയും ബ്ലെസ്ഡ് ആണ് എന്റെ രവീണ. ഓ മൈ ഗോഡ്, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. അത് ഞാൻ ആലോചിച്ച് ശരി പോട്ടെ, അവൾക്ക് ഒരു നല്ലൊരു
റോൾ അവന്റെ ഉറപ്പായിട്ടും കിട്ടും. You guys are very open minded, happy souls. ഇത് ഭയങ്കര, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഈ ധനുഷിന്റെ കൂടെ അഭിനയിക്കാന്ന് കേട്ടപ്പോ പോയായിരുന്നോ? പോവാൻ പറ്റിയില്ല, എനിക്ക് പോണെന്നുണ്ടായിരുന്നു. അയ്യോ, പോവാനും പറ്റിയില്ലേ? പ്രൊമോഷൻസിന് പോവും, എന്തായാലും പോവും. അപ്പൊ ധനുഷ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ പറഞ്ഞു, ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചതൊക്കെ കാണിക്കണേ. ക്രഷ് ഉണ്ടെന്ന് ഇവള് എന്നോട് പറഞ്ഞു, അമ്മ ഒരുമിച്ചെടുത്ത ഫോട്ടോസ് ഉണ്ട്, ഇവള് ഡബ് ചെയ്തിട്ടുണ്ട് ഡയറക്ട് ചെയ്ത പടത്തില്, കാണിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കൊണ്ട് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് ഇത് എന്റെ മോളാണ്, എനിക്ക് തെരിയുമേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉങ്ങളെ ரொம்ப പിടിക്കും അവൾക്ക്, എനിക്ക് തെരിയുങ്ങ എനിക്ക് തെരിയുങ്ങ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ സന്തോഷം. ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഐ വാസ് സോ ലക്കി. പുള്ളിയുടെ സിനിമ ഡബ് ചെയ്യാൻ പോയപ്പോ പുള്ളി ഡയറക്ട് ചെയ്ത ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹി വാസ് ദെയർ ഡബിങ്ങിന്റെ സമയത്ത് ഉണ്ടായിരുന്നു, ഹോൾ ഡേ ഹി വാസ് ദെയർ. ഡയലോഗ്സ് പഠിപ്പിക്കാനും പിന്നെ ഞാൻ സ്ക്രീനിലേക്കല്ല നോക്കുക, പുള്ളി അത്രയും മോശമായിരുന്നു. അപ്പം VIP ഡബ് ചെയ്യുന്ന സമയത്തും VIP 1 and 2 ധനുഷ് സർ വാസ് ദെയർ. പുള്ളി ഡയറക്ട് ചെയ്ത സിനിമയല്ല, പക്ഷെ ഡബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഭയങ്കര ലക്കി. ആ സമയത്തൊക്കെ ഞാൻ കൂടിയിട്ടേ ഉള്ളൂ. ശരി, നമുക്ക് ക്രഷിനെ പറ്റി സംസാരിച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, മോഹിനിയാട്ടത്തിന്റെ വിശേഷങ്ങൾ അമ്മയ്ക്ക് പറയാനുണ്ട്, അതൊന്ന് കേട്ടിട്ട്. മോഹിനിയാട്ടം പിന്നെ ഇപ്പൊ 10-ാം തീയതി റിലീസായി, നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു തിയേറ്റേഴ്സിൽ. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും കാണണം, പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. തീർച്ചയായിട്ടും ഭരതനാട്യത്തിനേക്കാളും ഒരുപടി മേലെയായിരിക്കും ഈ പടം. അത്രയ്ക്കും കോമഡി ഉണ്ട്, ത്രില്ലറാണ്. എല്ലാ ആൾക്കാർക്കും, അതായത് യങ്സ്റ്റേഴ്സിനും ഫാമിലിക്കും എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിച്ച് ഈ പടം വളരെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഒരുപാട് ആശിക്കുന്നു.